ഹലോ, ഈ ഒരു കറി ഞാൻ നല്ലയിടത്ത് അടുക്കളയിൽ കണ്ട കറിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. തൃശ്ശൂർ പാലക്കാട് ഉള്ളവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടാവും. ഇതെങ്ങനെയാണെന്നൊന്ന് നോക്കാട്ടോ. ഇതിന് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയിൽ ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അല്ലാതെ വേവിക്കുന്നവർക്ക് അങ്ങനെയും വേവിക്കാട്ടോ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുക്കുന്നത്. കുമ്പളങ്ങ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നതുകൊണ്ട് ഞാൻ 2 വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയും പിന്നെ മുളക് പൊടിയും നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലയിടത്ത് അടുക്കളയിൽ അവർ ചെയ്തത് അമ്മിയിലാണ് അരച്ചത്. എൻ്റെ കയ്യിൽ അമ്മിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരയ്ക്കുന്നത്. നന്നായിട്ട് പേസ്റ്റായി കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. എൻ്റെ മിക്സിയുടെ ജാറിലതാ ഇങ്ങനെയാണ് അരഞ്ഞത്. ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കുക്കർ തുറന്നപ്പോഴതാ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായി കുറുകി ഒരു വറ്റി കിട്ടണം കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നല്ലയിടത്ത് അടുക്കളയിലെ ചേച്ചി ചെയ്തത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് പച്ച വെളിച്ചെണ്ണ വറ്റി വരുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടെ തീ കത്തിച്ചിട്ട് ഒരു ഇളം ചൂടിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇടാട്ടോ. കറിവേപ്പില എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാട്ടോ. ഇത്രയ്ക്ക് അങ്ങോട്ട് വെളിച്ചെണ്ണ ചേർക്കണ്ട. ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഞാൻ ചേർത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയി. നിങ്ങൾ ചേർക്കുമ്പോൾ ഇത്രയും ചേർക്കണ്ട കേട്ടോ. ഇനി ഒന്നും കൂടെ വറ്റണം എന്നുള്ളവർക്ക് വീണ്ടും വറ്റിക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ നിർത്താണ്. ഈ ഒരു കൂട്ടാൻ ചോറിൻ്റെ കൂടെ എനിക്കിഷ്ടമായി. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയാൻ മറക്കരുത്.